40 അനാവശ്യ ദുരാചാര സദസ്സുകളിൽ പങ്കെടുത്ത് പാപം പ്രവർത്തിച്ച ഒരാളിനെ ഒരു ഇൽമിന്റെ സദസ്സ് പ്രായശ്ചിത്തമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? 40 മോശപ്പെട്ട സദസ്സുകളിൽ ആലോചിച്ച് നോക്കിയേ. കണ്ണൂരുകാരോട് ഞാനൊന്നും പറയുന്നില്ല, വല്ലാതെ വരവേറ്റ മക്കളാളുകളെ ഞാനിടത്ത് കണ്ണൂർ സിറ്റിയിൽ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരോട്, അടുത്തല്ല ഈ പരിപാടി, സ്റ്റേഡിയത്തിൽ മറഡോണ വന്നിരുന്നു, എങ്ങനെയായിരുന്നു? അടിപൊളി പരിപാടിയായിരുന്നു. 90% നമ്മളെ മുസ്ലിം യുവാക്കളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരിക. ആ മറഡോണ ഉദ്ഘാടനം ചെയ്യാൻ പോയ ജ്വല്ലറിയിൽ അവിടെ കണ്ടത് പർദ്ദാധാരികളെയാണ് 99%. നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയവർ കണ്ടിട്ടുണ്ടാവും. എന്റെ പെണ്ണന്മാരെ പോകണ്ടേ നമുക്ക്? മറഡോണയാണോ കാണുന്നത്? ഷാറൂഖ് ഖാൻ എറണാകുളത്ത് പോയി ഷാറൂഖ് ഖാന്റെ പരിപാടിയും നൃത്തവും ആ ചവിട്ടിനാണോ കാണുന്നവരുണ്ടാവേണ്ടത്? അല്ലെങ്കിൽ ടെലിവിഷനിലൂടെ മണിക്കൂറുകളിൽ ഷാറൂഖ് ഖാന്റെ സംഭാഷണങ്ങൾ ഹിന്ദി പറയുന്നത് മനസ്സിലായില്ലെങ്കിലും മുഖത്തേക്ക് വളരെ ആവേശപൂർവ്വം ആകാംക്ഷഭരിതരായി ടെലിവിഷന്റെ മുന്നിൽ മണിക്കൂറുകളോളം മടിയില്ല. 2 മണിക്കൂർ ഇൽമിന്റെ സദസ്സിൽ അനശ്വരമായ സന്തോഷത്തിന്, അനശ്വരമായ സന്തോഷം. കോടാനുകോടി ജീവിച്ചാലും വിഷമമില്ല, പ്രതിസന്ധിയില്ല, പ്രയാസമില്ല, അല്ലലില്ല, അലട്ടലില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയുള്ള ഒരു സങ്കേതത്തിലേക്ക് കിടക്കാൻ, പരിശുദ്ധ സുരക്ഷയിലേക്ക് പോകാൻ, സ്വർഗ്ഗ സമാനമായ ഭൂമിയുടെ ഒരു സദസ്സിനെ പരിചയപ്പെടുത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒന്നിരിക്കാൻ പറഞ്ഞാൽ വലിയ താമസം, വലിയ താമസം. ഒരുപാട് വിഷയങ്ങളാ. എന്തായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഈ ഭൂമിലോകത്തേക്ക് നമ്മളെ പറഞ്ഞിരുന്നത് കളിച്ചു ചിരിച്ചു നടക്കാനോ, കണ്ടതൊക്കെ തിന്നാനോ, തോന്നുന്നതൊക്കെ പറയാനോ, തോന്നിയതൊക്കെ സംസാരിക്കാനോ, കേൾക്കുന്നതൊക്കെ കേട്ടും കണ്ടതൊക്കെ തിന്നും തോന്നിവാസിയായി ജീവിച്ച് നിരന്തരമായ ഒരു ജീവിതമാക്കാനാണോ? അല്ല. എല്ലാവർക്കും കാണാൻ പാടുള്ള, എല്ലാവർക്കും അറിയാം, കൊച്ചു മക്കൾക്ക് ഉൾപ്പെടെ ഒരുപാട് കേട്ടായത്താ. മനുഷ്യഭൂതവർഗത്തെ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ പഠിച്ചിട്ടില്ല, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ പഠിച്ചിട്ടില്ല. എന്താ ഇബാദത്ത്? ഒരു മുസ്ലിമിന്റെ സർവ്വചലനവും ഇബാദത്താണ്. വിഷയമാറല്ല, ഞങ്ങൾ കണക്ട് ചെയ്യാം. ശ്രദ്ധിക്കണം, ഒരു മുസ്ലിമിന്റെ സർവ്വചലനവും ഇബാദത്താണ്. അപ്പൊ ആ ഇബാദത്തുകൾ ഒരു മുസ്ലിം ചെയ്യുന്നതിന്റെ, ആ ഇബാദത്തുകൾ ഒരു വിശ്വാസി ചെയ്യുന്നതിന്റെ, ചെയ്യേണ്ടതിന്റെ പ്രഥമമായ സമയമാണ് യുവത്വ കാലഘട്ടം. ആ യുവാക്കൾ ചെയ്യുന്ന ആ ഒരു സുജൂദുണ്ടല്ലോ, ആ സമയത്ത് അല്ലാഹുവിന്റെ സന്തോഷവും സിതാബിന്റെ പ്രത്യേകമായ ആനന്ദവും അതൊരു വാർദ്ധക്യ അവസ്ഥയിൽ എത്തിയ ഒരാളുണ്ടാകുമ്പോൾ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. ഞാൻ അവരെ കളിയാക്കിയതല്ല. കുട്ടികൾ ചെയ്യുമ്പോൾ, വാർദ്ധക്യാവസ്ഥയിലുള്ള ആളുകൾ ചെയ്യുമ്പോഴേക്കാളും ഒരു യുവതിയായ ഒരു 15-ന്റെ, ഒരു 19-ന്റെ മധുരമേറുന്ന ആ ഒരു സന്ദർഭത്തിൽ പടച്ചവന്റെ മുന്നിൽ പൊന്നുപോലെ കൃത്യമായി നിസ്കരിക്കാൻ, നിത്യമായി പടച്ചവന്റെ മുന്നിൽ സാഷ്ടാംഗമർപ്പിക്കാൻ, പടച്ചവനുമായ ഒരു അനുഭവമുണ്ടാക്കാൻ എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എന്റെ യുവാക്കളെ നിങ്ങൾ തയ്യാറായാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ തണലില ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സബഅത്തുൻ 7 വിഭാഗമാണ്. 7 വിഭാഗമാണ്. എന്താണ് ആ 7 വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്നറിയുവോ? ആ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു ഭൂമിയിൽ അധികാരം കൊടുക്കാമെന്നല്ല പറഞ്ഞത്. അല്ലാഹു പ്രത്യേകമായ പൊളിറ്റിക്കൽ പവറിൽ കൊടുക്കാമെന്നല്ല പറഞ്ഞത്. അല്ലാഹു സൗന്ദര്യം കൊടുക്കാമെന്നല്ല പറഞ്ഞത്. കുടുംബത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കാമെന്നല്ല പറഞ്ഞത്. ആ 7 വിഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സബഅത്തുൽ യുദല്ലുഹുമുല്ലാഹ്,
അള്ളാഹു അവർക്ക് തണല് കൊടുക്കും. അള്ളാഹു ഉടമസ്ഥൻ ഉടമ നമ്മുടെ ശിക്ഷാവ് തണല് കൊടുക്കും. ഓഫർ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംശയിച്ച ദീനിൽ നിന്ന് പുറത്താണ്. ഏത് കൂട്ടക്കാർക്ക് അള്ളാഹു തണല് കൊടുക്കും? എപ്പോഴാ ഏത് തണലാഹുവിന്റെ തണലിലാണ്. തണലില്ലാതെ സംസാരമുണ്ടല്ലോ. ഇവിടെ നമ്മുടെ അധികാരം കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ പവർ കൊണ്ടും നമ്മളെവിടെയും വെയിലുകൊള്ളുന്നത് വരുന്നില്ല, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. ഏതെല്ലാം ആഭാസങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാലും നമ്മുടെ അധികാരത്തിന്റെ നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ ശേഷിയുടെ പവർ കൊണ്ട് നമ്മൾ എല്ലാത്തിൽ നിന്നും എല്ലാ കുരുക്കിൽ നിന്നും നമ്മൾ നമ്മുടെ മക്കളെ ഊരുകൊണ്ടുവരുമ്പോൾ രക്ഷപ്പെടുമ്പോൾ ഒരാളുടെ അധികാരവും അവിടെ ചെലവാകാത്തൊരു സമയമുണ്ട്. ഒരാളുടെ പവറും ചെലവാകാത്തൊരു സമയമുണ്ട്. ഒരാളുടെ പൊളിറ്റിക്കൽ പവറും പ്രസിഡന്റ് സ്ഥാനവും ഒന്നും ചെലവാകാത്തൊരു സമയമുണ്ട്. അല്ലാഹു പറയുക, ആർക്കാടായി അധികാരം? എന്റെ പ്രിയപ്പെട്ട എന്റെ പാവപ്പെട്ട ഉമ്മകളെ അതാ ചന്ന ഭിന്നമായി കൊണ്ട് നശിപ്പിച്ചവനും അവിടെ വന്നുണ്ട്. ോട് ശാന്തമായി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോഴല്ലാതെ പാവപ്പെട്ട കുഞ്ഞുമക്കൾ ഉറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമ്മുടെ വീടുകളിൽ സുരക്ഷിതമല്ലേ? നമ്മുടെ പൊന്നോമങ്ങൾക്ക് ചെറിയൊരു പനി വന്നാൽ ചെറിയൊരു വേദന വന്നാൽ ചെറുതായിട്ടൊന്ന് കുറച്ചാൽ ചെറുതായിട്ട് കൊണ്ട് കുഞ്ഞാൽ നമുക്കൊന്ന് ഉറക്കമുണ്ടോ? നമുക്കൊന്ന് വിഷമം നമുക്കൊന്നതാ സന്തോഷമായി കിടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലസ്തീൻ നടക്കുന്നതാ കടക്കണവർ അതേ പല നാടുകളടക്കം മുസ്ലിങ്ങൾ എത്രയോ പാവപ്പെട്ട പൊന്നോകള് നമ്മളെന്റെ സമകാലിക അന്തരീക്ഷത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ മുന്നണികളിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കുഞ്ഞുമക്കളെ ചെലവിക്കിടക്കുന്ന പ്രബന്ധങ്ങളെ കണ്ടവരല്ലേ? ആ കുഞ്ഞുമക്കളെ ആരോട് കുറിച്ചുകൊണ്ട് ആരോ ആ പാവപ്പെട്ട ഉമ്മകള്, ആ പാവപ്പെട്ട ഉമ്മമാര്, ആ പാവപ്പെട്ട സഹോദരങ്ങള്, ആ പാവപ്പെട്ട ഉമ്മ, ആ സഹോദരന്മാര് സദാ കല്ലുമാരുടെ അവർക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. വലിയ വലിയ സൈനുകളും വലിയ 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 പ്രേമവും വന്ന് വീഴുമ്പോ ആ കുഞ്ഞുമക്കളെ പടച്ചുകൊണ്ടോടുമ്പോ നിഷ്ഠൂരമായി അവരെ അതാ കൊല ചെയ്യപ്പെടുമ്പോൾ അതുകൊണ്ട് പടിഞ്ഞാറ് ആനന്ദിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹവും നമുക്ക് ചെയ്തു തന്ന ശുദ്ധവായും നമുക്ക് ചെയ്തു തന്ന ആഫിയത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. ആ ഒരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ സാഷ്ടാംഗം അർപ്പിക്കാൻ, നമ്മുടെ സമയം പടച്ചവന് വേണ്ടി ചെലവഴിക്കാൻ, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നടത്താൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മൾ നടത്തി. നമ്മളൊക്കെ വായിക്കും, നമ്മളെല്ലാ പ്രബന്ധങ്ങളുമായി എല്ലാം കാണും എന്നൊക്കെ നമ്മൾ അവിടെ നിന്നോട് പറയും. എന്തൊരു കഷ്ടമല്ല. ആത്മാർത്ഥമായിട്ട് ദ്വാരന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ അധികാരങ്ങൾ വെച്ച് ഇവിടെ എന്തെല്ലാം ആഭാസങ്ങൾ കാട്ടിക്കൂട്ടിയാലും തമ്പുരാനൊരു ചോദ്യമുണ്ടിൽ മണി ആർക്കാണടാ അധികാരം? ആർക്കാണടാ അധികാരം? അല്ലാഹു തന്നെ പറയുന്നില്ല. ജലാലായ അലിമായ ഞാനാണ് ഇന്ന് അധികാരം നടത്തുന്നത്. ആ അധികാര സിനിമയിൽ ഒരു തണല് കിട്ടിയാൽ, അവിടെ ഒരു തണുപ്പ് കിട്ടിയാൽ, അവിടെ ഒരു തടികൊണ്ട് കിട്ടിയാൽ ഇതിനേക്കാളും വലിയ ഒരു സ്ഥാനം ഇല്ല. അപ്പൊ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാ ശരി കൂട്ടി
യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. എന്താ ഒന്നാമത്തെ കൂട്ടുകാരാ നമ്മുടെ വിഷയം വരുന്നുണ്ട്. അതിൽ കൂടുതൽ പറയുന്നത് യുവാക്കളെ സംബന്ധിച്ച എന്റെ യുവ സമൂഹമേ ഗൗരവത്തോടെ ആരോഗ്യം നമുക്ക് അല്ലാഹുവിന്റെ ആരോഗ്യം എന്തിനാ നമ്മൾ സദസ്സിന് തീരുമാനിച്ചുറപ്പിച്ചു വേണം എന്റെ പ്രിയ പെണ്ണുമാരെ നമുക്ക് തിരിച്ചു പോകാൻ. എനിക്ക് അല്ലാഹുവിന്റെ ആരോഗ്യം എന്തിനാ? അല്ലാഹുവിന്റെ ആരോഗ്യം എന്തിനാ? പടച്ചവൻ തന്നെ യുവത്വം എന്തിനാ? അടിച്ചു പൊളിക്കാനാണോ? ആടിത്തിമർക്കാനാണോ? ഗൗരവത്തോടെ ആലോചിച്ചു. ഒന്നാമത് പറയുന്നു ഇമാമുൻ അദ്ലുൻ, നീതിമാനായ ഭരണാധികാരി, നീതി നടപ്പാക്കുന്ന ഭരണാധികാരി. ഭരണാധികാരി എന്ന് പറയുമ്പോൾ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള തലങ്ങളെ പരിശോധിച്ചാൽ വിവിധങ്ങളായ ചെറുതും വലുതുമായ ഭരണ പ്രക്രിയകൾ നടക്കുന്നുണ്ടല്ലേ. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. എല്ലാവരും ഓരോ ഉത്തരവാദിത്തം കൊണ്ട് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. എല്ലാവരോടും അല്ലാഹു ചോദിക്കും, എല്ലാവരോടും ചോദിച്ചു. മക്കളെ വളർത്താൻ ഏൽപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ട പൊന്നുമ്മ, ആ പൊന്നുമോന് അല്ലെങ്കിൽ പൊന്നുമോൾക്ക് കരച്ചിലടക്കാൻ മുമ്പ് താരാട്ട് പാട്ടുകൾ പാടുന്നെങ്കിൽ അല്ലേ? മുമ്പൊക്കെ എങ്ങനാ കരയാണെങ്കിൽ നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റു ചിലരോ തവസ്സലിന ബിസ്മില്ലാ വബിഹാദി റസൂലില്ലാ വകുല്ലു മുജാഹിദില്ലാ വഅഹ്ലി ബദരിയാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. അതൊക്കെ ഒരു കാലത്തും ഒരു സമയത്തും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എവിടെയായ കരയുന്ന കുഞ്ഞിന് അതാ നിന്റെ ടെലിവിഷൻ ഓണാക്കിയിട്ട് കാർട്ടൂൺ ഇട്ട് കൊടുക്കുന്ന സമ്പ്രദായമല്ലേ പെണ്ണുകളെ? ആ കാർട്ടൂണേ ടോം ആൻഡ് ജെറി, പിന്നെന്താ ഒരുപാട് ഐറ്റം ഉണ്ട്. മക്കളോട് ചോദിച്ചാൽ അവരെല്ലാം കൃത്യമായിട്ട് പിന്നെയോ കല്യാണ കൂട്ടി വെച്ച് കരഞ്ഞാലും മക്കൾക്ക് പിന്നെ എന്ത് വേണം? ഈ കാർട്ടൂൺ കാണണം. എവിടെ കാണിച്ചു? പിന്നെ കാർട്ടൂൺ മതി. നേരം വെളുത്തു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ കിടന്ന് ഈ പൂച്ചയും എലിയും കൂടെ കിടന്ന് ഓടുന്നത് മാത്രം. വെളിയിലോട്ടൊന്ന് ഇറങ്ങി ഓടാനോ പരിസ്ഥിതി ഒന്ന് പരിചയപ്പെടാനോ നമ്മുടെ ആ ഒരു നല്ല സുന്ദരമായ ഒരു പരിസ്ഥിതിയും പരിസ്ഥിതിയും പരിചയപ്പെടാനോ നമ്മുടെ മക്കൾക്ക് കഴിയുന്നില്ല. ആധുനിക യുഗത്തിലെ മക്കൾക്കൊന്നും ഈ ഭൂമിയായിട്ട് ബന്ധമില്ല. ഇത്തിക്കാഫ് ചെയ്തുകൊണ്ട് അതിന്റെ മുമ്പിൽ തന്നെയാണ്. ഒരു സംശയമില്ല കാര്യം. കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോ പിന്നെ റെസ്ലിംഗ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഞാൻ കൂടുതലായ ഭാഗം പറയുന്നില്ല. നമ്മൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ മക്കളെ നാളെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോ അവരും സ്വർഗത്തിലാകണം. അവർ കാരണം നമുക്കും സ്വർഗത്തിൽ പോകണം. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളണേ, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. വാഹിനീക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. കത്തിക്കാളുന്ന ഭയാനകരമായ ഭീകരമായ ഭീഭത്സമായ നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്നും ആ നരകാത്തിൽ നിന്നും നിന്റെ പ്രിയപ്പെട്ട നിന്റെ കുടുംബക്കാരെയും നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് ഖുർആൻ. ഖുർആൻ ചേർത്തെന്ന് പറയുകയാ. അവിടെ എന്താ കത്തിക്കപ്പെടുന്നതെന്നറിയുവോ? അവിടെ എന്താ കത്തിക്കപ്പെടുന്നതെന്നറിയുവോ? നമ്മുടെ അടുപ്പുകളിൽ വരുന്ന പലതരം വിറകുകളുണ്ട്, പലതരം ചുട്ടുകളുണ്ട്, കൊതുമ്പുകളുണ്ട്, മടലുകളുണ്ട്, പലതരം വസ്തുക്കളുണ്ടെങ്കിൽ നരകത്തിൽ വെക്കുന്നത് കല്ലുകളും മനുഷ്യരുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണമേ അല്ലാഹ്, ഞങ്ങളെ കാക്കണമേ അല്ലാഹ്. ഞങ്ങൾക്ക്
നമുക്ക് സംരക്ഷണ വലയം നൽകണമേ അല്ലാഹ്. നമ്മുടെ കൽബുകളെ നന്നാക്കണമേ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, നീയും കുല്ലുക്കും റായിന്റെ കുല്ലുക്കും മസൂലുൻ അൻ റഇയതിഹി, നീയും നീ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളാണ്. നിന്റെ പൊന്നോമനെ മടിത്തട്ടിൽ വളർത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? പൊന്നു പെങ്ങളെ, ആദ്യമായി പൊന്നുമോൻ കേൾക്കുന്ന നാമമേതാ? പൊന്നുമോൻ പഠിക്കേണ്ട ചരിത്രമേതാ? പൊന്നുമോൻ പരിചയപ്പെടേണ്ട സ്ഥലമേതാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഷയങ്ങൾ പൊന്നു പെങ്ങളെ പിഞ്ചോമക്കൾക്ക് നീ പരിചയപ്പെടുത്തുമ്പോൾ അവർ വളർന്നുവരുമ്പോൾ ചവിട്ടി പുറത്താക്കുക. അല്ലാഹു ചോദിക്കും കുല്ലുക്കും കുല്ലുക്കും മസൂലുൻ അൻ റഇയതിഹി. അതുകൊണ്ട് നിന്റെ ഭരണ കേന്ദ്രമാകുന്ന നിന്റെ വീടുണ്ടല്ലോ, നിന്റെ മക്കളുടെ പരിപാലന കേന്ദ്രങ്ങളുണ്ടല്ലോ, അവിടെ നീ സൂക്ഷ്മത പാലിഞ്ഞാൽ, അവിടെ നീ റബ്ബിനെ പേടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അർശിന്റെ തണൽ തരും മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തത് ദീർഘമായി പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, യുവതികളെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തത് എന്താ റസൂലുള്ള പറഞ്ഞത്? എന്താ എന്റെ പഠിപ്പിച്ചത്? എന്താ ആമിനാന്റെ മുത്തുമേ നടത്തിയത്? ഒരാളാളെങ്ങനെയാണ് ശാഫിയെ ഇബാദത്തില്ല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നിലക്ക് വളർന്നു വന്നൊരു യുവാവുണ്ടല്ലോ, പടച്ചവനെ പേടിക്കുന്ന ഹൃദയമുള്ളൊരു യുവതിയുണ്ടല്ലോ. റബ്ബിനെ പേടിക്കുന്ന ഏത് ക്യാമ്പസിൽ പോയാലും, ഏത് കോളേജ് ക്യാമ്പസിൽ പോയാലും, ഏത് സ്കൂൾ ക്യാമ്പസിൽ പോയാലും, എവിടെല്ലാം നീ പോകുന്ന സമയവും സന്ദർഭമുണ്ടായാലും അല്ലാഹുവിനെ പേടിക്കണം പെണ്ണേ, അല്ലാഹുവിനെ പേടിക്കണം പെണ്ണുമോനെ, ഈ പടച്ചവനെ ഇബാദത്തുമായി ബന്ധപ്പെടണം പെണ്ണുമോനെ. അവിടെ റബ്ബിന്റെ മുന്നിൽ നിസ്കാരം കളാക്കിയത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആരൊക്കെയാ അവിടെ ഹാജരാക്കപ്പെടുന്നത്? നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുവരുന്നു, നിന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ അവിടെ കൊണ്ടുവരുന്നു. എല്ലാവരും ഒരുമിച്ച് നാശിക്കിരയാക്കപ്പെടുന്നു. അല്ലാഹുവിന്റെ ഇബാദത്തിലായി വന്ന ഒരു സമയം അല്ലേ, അവരുടെ യുവത്വ കാലഘട്ടം അല്ലാഹുവിന്റെ ഇബാദത്തിലായി ജീവിച്ചു, പടച്ചവനെ പേടിച്ച് ജീവിച്ചു. ഏത് സന്ദർഭത്തിൽ ഒരു പറവറപ്പ് വരുന്നുണ്ടാ, ഒരു സൗണ്ട് എവിടെയായിരുന്നാലും ഇന്നിപ്പോ പഴയ കാലങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ മക്കളുടെ. ആ നാലൂരിഞ്ഞു വടിയുണ്ടോ സാർ? ഇങ്ങോട്ടും കലാവിലാൻ പറഞ്ഞ് നടക്കിയ നല്ല മക്കളാ. മൂത്രമൊക്കെ ഒഴിക്കാനുണ്ടെ ഖസേര കഴിവേണ്ടിവരും. നേരത്തെ ഒഴിച്ചിട്ട് വരണം കേട്ടോ, ഞാൻ വെറുതെ വിളിച്ചതാ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെ പോയിട്ട് വരണേ. വിളിച്ചിരുത്തിന്ന് വിചാരിച്ച് അതിനകത്ത് ഇനിയിപ്പോ രാവിലെ സംഘാടകർക്ക് ജോലി ഉണ്ടാക്കരുത്. അപ്പൊ എന്തായിരുന്നാലും സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഏത് സന്ദർഭത്തിലായിരുന്നാലും പടച്ചോരെ പേടിക്കണം, എവിടെയായിരുന്നാലും. മുമ്പൊക്കെ ഒരു സിനിമാശാലയിലേക്ക് ഒരാളൊന്ന് പോകണമെങ്കിൽ എത്ര പ്രയാസമായിരുന്നില്ലേ? ആരെയൊക്കെ പേടിച്ചിട്ടാ പോകുന്നത്? അത് കണ്ട് തീർന്ന് വീട്ടിലെത്തുന്നത് വരെയും പടപ്പടാന്ന് പിടപ്പ. അതിന് വല്ല പിടപ്പുണ്ടായോ? അങ്ങനെ ആരും ചിന്തിക്കും. നമുക്കറിയാമല്ലോ വല്ല മുൻപോട്ട് പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മതന്മാരെ ആലോചിക്കണം. എവിടെയായിരുന്നാലും പടച്ചവനെ പേടിക്കണം. ആരുടെയൊക്കെ കണ്ണ് നമ്മൾ മറച്ചാലും കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളും അറിയുന്ന ജല്ല ജലാലായ നമ്മുടെ ഉടമസ്ഥനായ അല്ലാഹുവുണ്ട്. അവന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റുമോ? നമ്മളിവിടെ എങ്ങനെയും എന്ത് തോന്നിവാസം ചെയ്ത് ജീവിക്കാം അല്ലേ? എന്റെ പ്രിയപ്പെട്ട പെള്ളമാരെ, മതം നോക്കാതെ ഏതെങ്കിലും ഒരുത്തനോട്, ഏതെങ്കിലും ഒരു വടക്കേന്ത്യക്കാരനോട്, ഏതെങ്കിലും ഒരു അണ്ണാച്ചിയോട്, ഏതെങ്കിലും ഒരു മരങ്കോളിനോട്
വിടൂല പടച്ചവൻ. നമ്മുടെ ആരോഗ്യവും നമ്മുടെ പളപളപ്പും നമ്മുടെ തുടിതുടുപ്പും നമ്മുടെ ആ സൗന്ദര്യമൊന്നും എപ്പോഴും ഉണ്ടാവില്ല. ഈ സൗന്ദര്യമൊന്നും നമ്മൾ വിചാരിക്കുക എപ്പോഴും ഇയാളെന്റെ കൂടെ ഉണ്ടാവും. ഇല്ല, നിന്നെ ചവച്ചുറപ്പും ഈ അവസാനം ഏതെങ്കിലും ഒരു കയറിന്റെ തുമ്പിൽ ഈ ജീവനൊടുക്കേണ്ട സാഹചര്യം വരും. പടച്ചവൻ കാക്കുമാറാകട്ടെ. സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ചരിത്രങ്ങളും എല്ലാം പഠിപ്പിക്കുന്നതാ. വലിയ പേരൊഴുകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു മിസ് കോളിൽ തുടങ്ങുന്നതാ. ഒന്നും പത്രത്തിലുണ്ടായിരുന്നു 2-3 കാര്യങ്ങൾ. ആ ഒരു അത്ഭുതമല്ല ഇതൊന്നും. ഇന്ന് ആർക്കും ഇതൊരു അത്ഭുതമല്ല, ഇന്ന് ആർക്കും അത് ഗൗരവമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നമുക്കാണോ ഈ ഗതി വരുന്നത് ആലോചിച്ചു നോക്കണം. നാളെ നമ്മുടെ കുടുംബത്തിൽ ഒരു പെൺപടിയാണോ തീരാ ദുഃഖത്തിൽ മരണം വരെ വേദനിച്ച് ആ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാർ കഴിയുമ്പോൾ അങ്ങനെ ഒരു ദുർഗതി നമ്മുടെ കുടുംബത്തിലാണോ വരാനുള്ളത് ആലോചിക്കണം. ഗൗരവത്തോടെ ആലോചിക്കണം. പടച്ചവനാകുമാറാകട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ഒരുപാട് വിദ്യാഭ്യാസം 30 വയസ്സായാലും KG മുതൽ PG കൊടുക്കോ, ഇഷ്ടംപോലെ കൊടുത്തോ. വിദ്യാഭ്യാസത്തിന് ഒരു കുറവ് നടത്തണ്ട. ഇനി അതിന്റെ പേര് ആര് ചിന്താവിളിക്കും, ഇഷ്ടംപോലെ കൊടുത്തോ. പക്ഷെ അവസാനം നിങ്ങൾ കണ്ണുനീര് കുലിച്ച് കടിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലേ? പെൺമക്കളെ വിവാഹപ്രായമെത്തി കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചുവിടേണ്ട സമയത്തോ നീ വലിയ ഉന്നത വിദ്യാഭ്യാസത്തിന് ബാംഗ്ലൂരും സേലത്തും പല സ്ഥലത്തും 3 വർഷവും 5 വർഷവും എന്റെ പ്രിയപ്പെട്ട പൊന്നോനെ പറഞ്ഞു വിടുമ്പോൾ ആരുമായിട്ടൊക്കെയാ അവള് കോണ്ടാക്ട് ഉള്ളത്? ആരൊക്കെയാ അവരുടെ ഫ്രണ്ട്സുകള്? ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ വസ്ത്രമാ പർവ്വയും മുഖമക്കരയും ഉൾപ്പെടെ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞു പോകുന്ന പൊന്നുമോള്. നമ്മൾ വിചാരിക്കും എന്ത് വറക്കത്തുള്ള റാഹത്തുള്ള മാതാപിതാക്കളാ ഞങ്ങള്. കാരണം എന്താ പോയ പോക്ക് കണ്ട, ആ പോയ പോക്ക് കണ്ട നമ്മളിങ്ങനെ വലിയ ആർജവം കൊള്ളും. നമ്മുടെ പൊന്നോമനകളെ നോക്കിയിട്ട് നമ്മൾ വലിയ സന്തോഷം കൊള്ളും. ഉണ്ടോ പോയതുണ്ടോ? മുഖം പോലെ മറച്ചിട്ടാ ട്രെയിനിൽ കയറിയാലോ പിന്നെ എവിടൊക്കെയാ തുറന്നിടുന്നത് നമുക്കറിയാൻ പറ്റുമോ? വീട്ടുകാരെ പഠിച്ചാൽ പടച്ചവനെ ഓർക്കാതെ ഏതെല്ലാം മേഖലകളിൽ എത്തിയാലും അല്ലാഹുവിനെ ഓർക്കാതിരുന്നാൽ, പടച്ചവനെ ഭയക്കാതിരുന്നാൽ, സാന്ദർഭികമായ ഒരു സംഭവം ഞാൻ പറയട്ടെ. പഴയ സന്ദർഭമല്ല, പാപങ്ങൾ ചെയ്യാൻ 1000 സന്ദർഭങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. 1000 സന്ദർഭങ്ങളാ പാപങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടാ പറഞ്ഞത് മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തോന്നിവാസവും ഫിത്നയും ഫസാദും കൂടിക്കൂടി വരുമ്പോൾ കേൾക്കുന്നതെല്ലാം കാതിന് താങ്ങാൻ പറ്റാത്ത വിഷയങ്ങളാ, കാണുന്നതെല്ലാം കണ്ണിന് താങ്ങാൻ പറ്റാത്ത വിഷയങ്ങളാ. എല്ലാം ഇങ്ങനെ കടന്നു വരുമ്പോ ഈ സമുദായം ഫിത്നയിലും ഫസാദിലുമാകുമ്പോ എന്റെ ഒരു ചതിയ മുറുകെ പിടിച്ചാൽ അവന് 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യുവകോമളന്മാരും യുവതികളും എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിലേക്ക് കയറിക്കഴിഞ്ഞാൽ, ബസ് സ്റ്റോപ്പിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ബസ്സിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒറ്റക്കല്ല ജോഡികളായിട്ടാ യാത്ര അല്ലേ പൊന്നോമന പ്രിയപ്പെട്ട മക്കളെ? ജോഡികളായിട്ടാ യാത്ര ചെയ്യുന്നത്. ഒറ്റ യാത്ര കാണാൻ കഴിയുന്നില്ല. എവിടെ ഒരു പെൺകുട്ടിയെ നോക്കിയാലും അവിടെ ഒരാൾ കൂടെയാ, എവിടെ ഒരാൺകുട്ടിയെ നോക്കിയാലും അവിടെ ഏതോ അറിയില്ല, ഒന്നും അറിയില്ല, സ്വഭാവബോധം അറിയില്ല, കുടുംബബോധം അറിയില്ല, ഒരഡ്രസ്സും അറിയില്ല. ഏതോ ഒരു പെൺകുട്ടിയാ അവൻ കൂടെ കൊണ്ടുപോകുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഗൗരവത്തോടെ ആലോചിക്കണേ. എന്റെ യുവാക്കളെ യുവതികളെ, അല്ലാഹു തന്ന യുവത്വത്തെ കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കണേ. പടച്ചവൻ ചോദിക്കുന്ന 4 കാര്യങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 4 കാര്യങ്ങളെ സംബന്ധിച്ച് മറുപടി പറയാതെ നിങ്ങളുടെ പാദം ചലിപ്പിക്കാൻ അനുവദിക്കുകയില്ല. ഞാനല്ല പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ സർക്കാരെ ആലം മുഹമ്മദ് മുസ്തഫ, സർക്കാരെ ദോ ആലം മുഹമ്മദ് മുസ്തഫ. ആമിനാ കാല
മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതിന്റെ രണ്ട് വിഷയം നമ്മുടെ വിഷയബന്ധിതമായതുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുക, അല്ലാഹു തന്നിട്ടുള്ള ആയുസ്സിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായി ഇന്നത്തെ കാലഘട്ടമുണ്ടല്ലോ. നിന്റെ യുവകാലഘട്ടം അതെല്ലാ പെണ്ണുമോനെ ചെലവഴിച്ചത് മറുപടി പറഞ്ഞേ പറ്റുമോ? നിനക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് നരകത്തെ പേടിയുണ്ടോ? അല്ലാഹുവിന്റെ കൊടും കഠിനമായ ശിക്ഷ നീ ഭയക്കൊള്ളുന്നുണ്ടോ? അല്ലാഹു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മനുഷ്യായുസ്സിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൈമാകുന്ന യുവത്വം, ആ യുവത്വത്തെ നീ പരിവപ്പെടുത്താതെ പടച്ചവന് വേണ്ടി മാറ്റിവെക്കാതെ രക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആരുടെയും പാദം ചലിപ്പിക്കാൻ അനുവദിക്കുകയില്ല. എങ്ങനെയാ നമ്മുടെ യുവത്വം ചെലവഴിച്ചത്? യുവത്വ കാലഘട്ടം കൊണ്ട് എത്ര നേട്ടമാ ഉണ്ടാക്കിയെടുത്തത്? ഇതിന് മറുപടി പറയാതെ പാദങ്ങളും ചലിപ്പിക്കാൻ അനുവദിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പഴയതുപോലെയല്ല. മനുഷ്യൻ നോക്കുന്നത് പാപമാ, കാണുന്നത് പാപമാ, ചിന്തിക്കുന്നത് പാപമാ. ഇന്ന് വലിയ വലിയ പാപങ്ങൾ വെറും ചെറുതായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇന്ന് സംഗീതത്തിന്റെ ലോകമാ. ഇന്നെന്തെല്ലാം ആരൊക്കെ ഓടി അകന്നു പോയാലും, ഏതൊക്കെ തങ്ങൾ അകന്നു ഓടിപ്പോയാലും, ഏതൊക്കെ ആലിമായാലും ഓടിപ്പോയാലും, ആ സാധുക്കളായ ആളുകൾ, അവരാ പണ്ഡിതന്മാർ, തങ്ങന്മാർ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ